എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് എളുപ്പത്തിൽ നമ്മളെ മാസ്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് മാസ്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് കോട്ടൺ തുണിയാണ്. ആദ്യമായിട്ട് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്യാം. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 16 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ വീതി നമ്മൾ എടുക്കുന്നത് 9 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ രണ്ട് സൈഡിലും ഇത് മാർക്ക് ചെയ്ത് വെക്കാം. ആദ്യമായിട്ട് അടുത്തതായിട്ട് നമുക്ക് ഈ മാർക്കിങ്ങിലൂടെ നമുക്ക് ഇതെന്ത് ചെയ്യാം, ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെയുള്ള ഇലാസ്റ്റിക്, അല്ലെങ്കിൽ ഇലാസ്റ്റിക് വേണമെന്നില്ല, കെട്ട് വയ്ക്കുന്നവരും ഉണ്ട്, നമ്മളിഷ്ടം പോലെ. അപ്പോൾ ഇലാസ്റ്റിക് വെക്കേണ്ടവർക്ക് ഇലാസ്റ്റിക് വെക്കാം, അല്ല കെട്ട് വെക്കേണ്ടവർക്ക് കെട്ട് വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഇലാസ്റ്റിക് എടുക്കുന്നത് 12 ഇഞ്ചാണ്. ഇതിനെ നമുക്ക് നേർപകുതിയായിട്ട് മുറിച്ച് മാറ്റാം. മാസ്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇത് രണ്ടും മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഭാഗമായിട്ട് ജോയിൻ ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇതിനെ നമുക്ക് കറക്റ്റാക്കി വെച്ചിട്ട് നമുക്ക് ആദ്യം ഇവിടെ നിന്ന് അടിച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല ഭാഗം ഏതാണോ അതാണ് ഉള്ളിലോട്ട് വെക്കേണ്ടത്. എന്നിട്ടാണ് നമ്മൾ ഇതൊന്ന് അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗം നമുക്ക് പുറമേക്കാക്കി മാറ്റിയെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സൈഡില്ലേ, ഇത് നമ്മളൊന്ന് പതിച്ചടിക്കുക. ആദ്യമായിട്ടൊന്ന് പതിച്ചടിക്കുക. അതിനുശേഷം 1 സെൻറ്റിമീറ്റർ വിട്ടിട്ട് നമുക്ക് ഇതിനൊന്ന് വീണ്ടും അടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഇതാ ഞാനിവിടെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ സെൻറ്ററിലേക്ക് വെക്കുക. എന്നിട്ട് ഇവിടെ നമ്മളൊന്ന് ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്നും ഈ സെൻറ്ററിലോട്ടൊന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു മടക്കിൽ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. ഈ ഒരു മടക്കില്ലേ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ മാർക്ക് ചെയ്ത ഈ 2 എണ്ണം ഉണ്ടല്ലോ അവസാനത്തെ, ആ 2 എണ്ണവും നമ്മൾ സെൻറ്ററിലോട്ടൊന്ന് മടക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമുക്ക് സെൻറ്ററിലോട്ട് മടക്കി വെച്ച് കൊടുക്കാം. അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡും അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇതാ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 2 സൈഡും സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു എലാസ്റ്റിക് ഉണ്ടല്ലോ, അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന എലാസ്റ്റിക്കാണ്. നിങ്ങൾക്ക് അല്ലാതെ കെട്ട് വെക്കേണ്ടവർക്ക് കെട്ടായിട്ടും വയ്ക്കാം. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ഇതിൻ്റെ മേലായിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഇതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ മടക്കി വയ്ക്കാം. മടക്കി വെച്ചിട്ട് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു പോർഷൻ, ഈ ഒരു 1 സെൻറ്റിമീറ്റർ വിട്ടിട്ട് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം ഈ ഒരു ഇലാസ്റ്റിക്കിൻ്റെ എൻഡ് പാർട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ ഒരു എൻഡ് പോർഷനും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നിൽക്കും. അപ്പോൾ ഞാനിത് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നിൽക്കും. അതുപോലെ നമുക്ക് ഈ ഒരു സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ ഞാനിത് 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതുപോലുള്ള മാസ്കുകൾ നമുക്ക് വീട്ടിലിരുന്ന് അടിച്ചുണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ കഴിയുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ മാസ്ക് ഉണ്ടാക്കുക എന്നുള്ളത്. സ്റ്റിച്ചിങ് അറിയുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് കഴിയുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും തരാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.